നമസ്കാരം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വൻ ജൈത്രയാത്ര തന്നെ നടത്തുകയാണ്. വലിയ തോതിലുള്ള നേട്ടമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ ലീഡാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥി CPM-ലെ M. സ്വരാജിനേക്കാൾ 5000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും വോട്ടെണ്ണൽ ആരംഭിച്ച മുതൽ തന്നെ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. രണ്ടാം സ്ഥാനത്ത് M. സ്വരാജാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിയായ PV അൻവർ 10000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. BJPക്ക് ഉദ്ദേശിച്ച പോലെയുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല. അതേസമയം നിലമ്പൂരിലെ വോട്ടർമാർക്ക് KPC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നന്ദി രേഖപ്പെടുത്തി. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിജയം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ VD സതീശനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ നേട്ടമായി മാറാനാണ് സാധ്യത. കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവായി VD സതീശൻ മാറുന്ന കാഴ്ചയായിരിക്കും ഇതിലൂടെ നമ്മൾ കാണാനും പോകുന്നത്. PV അൻവറിൻ്റെ വാദങ്ങൾ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ PV അൻവറിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സ്വന്തമായി തന്നെ കോൺഗ്രസ് തീരുമാനമെടുക്കുകയും അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിന് ശരിക്കും അതിന് മുഴുവൻ ക്രെഡിറ്റും ലഭിക്കുന്നത് VD സതീശന് തന്നെയാണ്. ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ താൻ ഒരു മികച്ച നേതാവ് തന്നെയാണ് എന്ന് VD സതീശൻ ഈ തിരഞ്ഞെടുപ്പിലും തെളിയിച്ചിരിക്കും.